بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه كلهم أجمعين أما بعد മീലാദ് ആഘോഷ സെമിനാറിൽ മൗലിദാഘോഷവും ഷിയായിസവും തമ്മിലെന്ത് എന്ന വിഷയസംബന്ധിയായിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും റബീഉൽ അവ്വൽ മാസം വളരെ ആഘോഷപൂർവം കൊണ്ടാടുകയും അതിൽ വിവിധ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്തുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത് അനാചാരമാണെന്നും അത് ഷിയാക്കളിൽ നിന്നും കടം കൊണ്ട ഒരു ആചാരമാണെന്നും പ്രചരിപ്പിക്കുകയും ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷം നമുക്കിടയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിനു മുമ്പ് വിഷയം അവതരിപ്പിച്ച പ്രാസംഗികന്മാരിൽ നിന്നും വിഷയസംബന്ധിയായി ഇമാമുകൾ എന്തു പറഞ്ഞു എന്നും ആ ഇമാമുമാരുടെ രേഖകളും വിശുദ്ധ ഖുർആനിലൂടെയും തിരു ഹദീസിലൂടെയും പ്രമാണബദ്ധമായി ഇമാമുകൾ പറഞ്ഞ ഒരുപാട് രേഖകൾ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ആ രേഖകൾ സ്വീകരിക്കുന്നതിന് പകരം അത് സ്വീകരിക്കാതെ തികച്ചും തെളിവിന്റെ പിൻബലമില്ലാതെ ഇത് ഷിയാക്കളുടെ ആചാരമാണെന്ന് പറയുമ്പോൾ ആ ഷിയാക്കളുടെ പട്ടികയിൽ ഇവരുടെ ആരോപണ പ്രകാരം ആദ്യമായി അതിൽ പെടുന്നത് മഹാന്മാരായ ഇമാമുകളായിരിക്കും. ആ ഇമാമുമാരാവട്ടെ സ്വഹീഹായ രേഖകളുടെ പിൻബലത്തിൽ ഇത് സവിസ്തരം പ്രതിപാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ അവരത് വിശദമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ തെളിവിന്റെ പിൻബലത്തോടെ രേഖപ്പെടുത്തിയിരിക്കെ ആ ഇമാമുമാരെ സംബന്ധിച്ച് ഇത്തരം കല്ലുവെച്ച നുണകൾ പ്രചരിപ്പിക്കുന്നവർ, ആ ഇമാമുമാർ ഇവർ പ്രചരിപ്പിക്കുന്ന ഷിയാക്കളെ സംബന്ധിച്ച് ഇമാമുമാർ എന്തു പറഞ്ഞു, ഇമാമുമാർ ഷിയാക്കളെ എങ്ങനെ പരിചയപ്പെടുത്തി എന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ ഒരു വേള വായിച്ചിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരം ആരോപണത്തിന് ഇത്തരം ആളുകൾ മുന്നോട്ട് വരികയില്ലായിരുന്നു. നമുക്കറിയാം, ഇമാമുന അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം അവർകൾ, ആ ഇമാം അവർകൾ സ്വഹീഹായ രേഖയുടെ പിൻബലത്തിൽ ഇത് ആഘോഷിക്കണമെന്നും നന്ദി പ്രകടിപ്പിക്കണമെന്നും വിശദമായി വിശദീകരിച്ച മഹാനാണ്. അതേ ഇമാം ഇവര് പറയുന്ന ഷിയാക്കളെ സംബന്ധിച്ച്, ഷിയാക്കൾ അടങ്ങുന്ന ബിദ്അകളെ സംബന്ധിച്ച് മഹാനായ ഇമാം അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ മഹാനവറുകൾ വിശദീകരിച്ചതായി കാണാം. മഹാൻ പറയുന്നു, വസബത അൻ മാലിക്കിൻ, ഇമാം മാലിക് തങ്ങളെ തൊട്ട് സ്ഥിരമായിട്ടുണ്ട്, അന്നഹു ലം യകുൻ ഫി അഹദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കർ വ ഉമർ ശൈഅൻ മിനൽ അഹ്വാ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തോ സിദ്ദീഖ് തങ്ങളും മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുമ, ഈ മഹാന്മാരെ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല ശൈഅൻ മിനൽ അഹ്വാ, സ്വയഷ്ടപ്രകാരം ദീനിൽ പലതും പടച്ചുണ്ടാക്കുന്ന അവാന്തര വിഭാഗം ഇവരുടെ നല്ല കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ പറയാണ്, ആരാണ് ഈ സ്വയഷ്ടപ്രകാരം ദീനിൽ പടച്ചുണ്ടാക്കുന്ന അവാന്തര വിഭാഗം, ആരാണ് അഹ്വാഇന്റെ ആളുകൾ? യഅനി ബിദ്അൽ ഖവാരിജി, ഖവാരിജിയാക്കളാകുന്ന ബിദ്അത്തിന്റെ അഹ്ലുകാർ, വറവാഫിളി, റാഫിലികളാകുന്ന ഷിയാക്കളും, വൽ ഖദരിയ എന്ന് മഹാനവറുകൾ വ്യക്തമായി പറയുമ്പോൾ ഈ ബിദ്അത്തിന്റെ ആളുകളാണ് റവാഫിലികളായ ഷിയാക്കളെന്നും അവർ ബിദ്അത്തിന്റെ കക്ഷികളാണെന്നും മഹാനായ ഇമാം അവർകൾ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ അതേ ഫതുഹുൽ ബാരിയിൽ മഹാനായ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഷിയാക്കളെ സംബന്ധിച്ചും
ഖദരിയത്തിനെ സംബന്ധിച്ചും ജഹ്മിയത്തിനെ സംബന്ധിച്ചും ഒക്കെ പരിചയപ്പെടുത്തിയതിന് ശേഷം മഹാനവറുകൾ പറയാണ് വഖദർ റാഫിള, ഇതുപോലെയാണ് ബിദ്അത്തിന്റെ ആളുകളിൽപ്പെട്ട ആളുകളാണ് റാഫിളാക്കൾ. തഖദ്ദമ മാ യതഅല്ലഖു ബിഹിം ഫീ കിതാബിൽ അഹ്കാം, കിതാബുൽ അഹ്കാമിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചു. എന്നിട്ട് മഹാനവറുകൾ പറയാണ് വഹാഉലാഹിൽ ഫിറഖുൽ അർബഅ, ഈ 4 വിഭാഗം ശിയാക്കൾ അടങ്ങുന്ന റാഫിള ആകുന്ന ഈ 4 വിഭാഗം ആളുകൾ ഹും റഊസുൽ ബിദ്അത്തി, അവരാണ് ലോകത്ത് ആദ്യമായി ബിദ്അത്തിന്റെ വിഷവിത്ത് പാകിയതെന്ന് മഹാനായ ഇമാം അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞു. അതിനുശേഷം ഒന്നുകൂടെ മഹാനവറുകൾ പറയാണ് വഫിറഖു ഇസ്ലാം ദീനിനെ മതമായി അംഗീകരിക്കുന്നവർ തന്നെ 5 വിഭാഗമുണ്ടെന്നും ആ 5 വിഭാഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് മഹാനായ ഇമാം അസ്ഖലാനി പറയുന്നു പിന്നെ റാഫിലത്ത് വമിൻഹും, ആ റാഫിലത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് അശ്ശിഅത്തു ശിയാക്കൾ എന്ന് മഹാനായ ഇമാം അസ്ഖലാനി എന്താണ് ബിദ്അത്ത് എന്നും എപ്പോഴാണ് ഒരു കർമ്മം ബിദ്അത്ത് ആകുന്നതെന്നും ആരൊക്കെയാണ് ബിദ്അത്തിന്റെ കൂട്ടത്തിൽ പെട്ടതെന്നും അവരെ റാഫിലീങ്ങളായ ആളുകൾ ഷിയാക്കളാകുന്ന ആളുകൾ അവർ ബിദ്അത്തിന്റെ അഹ്ലിക്കാരാണെന്ന് വ്യക്തമായി ഇമാം അവർകൾ രേഖപ്പെടുത്തിയിരിക്കെ ആ ഇമാം അവർകളാകുന്ന ആയിരക്കണക്കിന് ഇമാമുകൾ ഈ ഷിയായിസം പേറി റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ മാസം ആചരിക്കണമെന്ന് പറയുന്നത് അത് ഷിയാക്കളുടെ ആശയം കടമെടുത്തു എന്ന് ഇമാമന്മാരെ സംബന്ധിച്ച് എങ്ങനെ പറയാൻ സാധിക്കും? കാരണം എല്ലാ ഇമാമുമാരും അസ്ഖലാനി അടക്കമുള്ള ഇമാമുകൾ വ്യക്തമായി ഷിയാക്കളെ സംബന്ധിച്ച് അവരെ ഗ്രന്ഥത്തിൽ സവിസ്തരം പ്രതിപാദിക്കുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട വിശ്രുതനായ പണ്ഡിതനാണ് മാലിക്കി മദ്ഹബുകാരനായ ഇമാം ഇബ്നു ഹാജ്. അദ്ദേഹത്തിന്റെ മദ്ഹറിൽ വളരെ വിശദമായി പറയുന്നു ഓരോരോ വ്യക്തിയും സൂക്ഷിക്കണം ബിദ്അത്തിൽ പെട്ടുപോയി വഞ്ചിതനാകുന്നത് ഓരോരോ വ്യക്തിയും സൂക്ഷിക്കണം. അല്ലെങ്കിൽ ബിദ്അത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആശയത്തിലേക്ക് മനസ്സ് ചാഞ്ചല്യപ്പെടുന്നതും എല്ലാവരും സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അവറുകൾ പറയുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു ബിദ്അത്തിലേക്ക് മനസ്സ് ചാഞ്ചല്യപ്പെടുന്നതോ ഏതെങ്കിലും ഒരു ബിദ്അത്തിൽ പെട്ടുപോയി വഞ്ചിതനാകുന്നതോ അത് ഈമാനിനെ നശിപ്പിച്ചു കളയുന്ന മാരകമായ വിഷമാണെന്നും അതിന്റെ അപകടത്തിൽ പെട്ടുപോയവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് വളരെ കുറവാണെന്നും പറഞ്ഞ അതേ മഹാനവറുകൾ അതേ ഗ്രന്ഥത്തിൽ ഷിയാക്കൾ ആശൂറാന്റെ ദിവസം നടത്തുന്ന അനാചാരത്തിനെതിരെ ബിദ്അത്തിനെതിരെ ളലാലത്തും ബിദ്അത്തിനെതിരെ മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. അവരുടെ അനാചാരം എടുത്തു പറയുന്നുണ്ട്. അതേ ഗ്രന്ഥത്തിൽ സ്വഹീഹായ രേഖ ഉദ്ധരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് കൊണ്ടാടണമെന്നും അതിൽ വിവിധ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്നും പറഞ്ഞ അതേ ഇമാം എങ്ങനെയാണ് ഷിയാക്കളെ ആശയം പേറിക്കൊണ്ട് ഇത്തരം വിഷയത്തിൽ സംസാരിച്ചു അതിന് പ്രചോദനം നൽകിയെന്ന് ഇമാം അവറുകളെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്നത്? ഇനി നോക്ക്, ഇവർ സാധാരണ ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു ദുഷ്പ്രചരണമാണ് ഇത്. ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഒരു ഷിയാക്കളാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് അടുത്ത കാലത്ത് ഒരു ലേഖനം വായിക്കുകയുണ്ടായി. ആ ലേഖനത്തിന്റെ ഏതാനും വരികൾ ഇങ്ങനെ വായിക്കാം. ഹിജറ 362 ഫാത്തിമിയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായ ഫാത്തിമികൾ ഇസ്ലാമിന്റെ മേൽക്കുപ്പായമണിഞ്ഞ് ഇസ്ലാമിലേക്ക് നുഴഞ്ഞു കയറുകയുണ്ടായി. ഹിജറ 362 ഈജിപ്ത് ദേശത്തിന്റെ ഭരണത്തിൽ ഇടം കണ്ട അവർ തങ്ങളുടെ ശിർക്കും കുഫറും നിഷിദ്ധമായ ധാരാളം ചെയ്തികളുമെല്ലാം കാരണം ജനങ്ങൾക്കിടയിൽ തീരെ സ്വാധീനമില്ലാത്തവരായി തീർന്നു. അവരാണ് ഇത്തരം ആചാരങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് ആ ലേഖനത്തിൽ പറയുകയാണ്, ഒരുപാട് ഫാത്തിമിയാക്കളുടെ ഒരുപാട് ആഘോഷം പറഞ്ഞുകൊണ്ട് ആ ലേഖനത്തിൽ പറയാണ്, മീലാദുൻ നബി ആരുടെ സൃഷ്ടിയാണ് എന്നത് നാം ചിന്തിക്കുക. ഇവർ പറഞ്ഞു പരത്തുന്നത്, ഇവർ പ്രചരിപ്പിക്കുന്നത് ഇത് ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന കടുത്ത ബിദ്അത്തിന്റെ അഹ്ലുകാരായ ഷിയാക്കളുടെ സൃഷ്ടിയാണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ ഇത്തരം ആളുകളോട്, ഫാത്തിമിയാക്കൾ ഒരു കാര്യം ചെയ്യുന്നു എന്ന് കരുതി, ഷിയാക്കൾ ഒരു കർമ്മം ചെയ്യുന്നു എന്ന് കരുതി ആ കർമ്മം മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് ഷിയായിസമാണെങ്കിൽ അത് ബിദ്അത്തിൽ പെടുമെങ്കിൽ എല്ലാവരും താടി സുന്നത്താണെന്ന് പറയുന്നുണ്ടല്ലോ, താടി എല്ലാവരും
എല്ലാവരും വെക്കുന്നുണ്ട്, എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. ഷിയാക്കളും താടി വെക്കുന്നുണ്ട്, ഷിയാക്കളും നിസ്കരിക്കുന്നുണ്ട്, ഷിയാക്കളും ഖുർആൻ ഓതുന്നുണ്ട്, ഷിയാക്കളും തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, ഷിയാക്കളും മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന ഒരു കർമ്മം മറ്റുള്ളവർ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഷിയായിസം ആവുന്നതെങ്കിൽ, ഷിയായിസം പേറിയവരാകുന്നതെങ്കിൽ, ഷിയാക്കൾ ആകുന്നതെങ്കിൽ ആദ്യം ആവേണ്ടത് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മഹാന്മാരായ ഇമാമുകൾ ഈ ഷിയാക്കളെ സംബന്ധിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയത് അവരെ ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇവരെ സംബന്ധിച്ച് വളരെ വ്യക്തമായി താരീഖുൽ ഖുലഫ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വലം ഊരിദ് അഹദൻ മിനൽ ഖുലഫാഇൽ ഉബൈദിയീൻ, ഉബൈദിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെയും ഖലീഫ എന്ന നിലയിൽ ഞാൻ ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടില്ല. കാരണം അന്ന ഇമാമത്തഹും ഗൈറു സ്വഹീഹത്തിൽ ലിഉമൂരിൻ, പല കാരണങ്ങൾ കൊണ്ടും അവരെ ഇമാമത്ത് സ്വീകാര്യോഗ്യമല്ല. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അവർക്ക് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളിലേക്ക് ചേർത്തിക്കൊണ്ട് ഫാത്തിമിയാക്കൽ എന്ന് അവരെ സംബന്ധിച്ച് പറയുന്നത് ജഹ്ലത്തുൽ അവാം, അത് വിവരമില്ലാത്ത ചില സാധാരണക്കാരായ ആളുകളാണ് ഇത്തരം പേരിന് പിന്നിൽ ഇത്തരം പേരുകൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയാണ്, വമിൻഹ, ആ കാരണത്തിൽപ്പെട്ടതാണ് അന്ന അക്സറഹും സിനാദിഖത്തുൻ ഖാരിജൂന അൽ ഇസ്ലാം, അധിക ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ്. തീർന്നില്ല, മിനുഹും, ആ ഫാത്തിമിയാക്കളുടെ കൂട്ടത്തിലുണ്ട് മൻ അൽഹറ സബ്ബൽ അംബിയാ, മഹാന്മാരായ അംബിയാക്കളെ ചീത്ത പറയുന്നവർ, അവരെ കുറ്റപ്പെടുത്തുന്നവർ. വമിനുഹും മൻ അബാഹുൽ ഖംർ, മദ്യം അനുവദനീയമാണെന്ന് പറഞ്ഞവർ ആ കൂട്ടത്തിലുണ്ട്. വമിനുഹും അമറ ബിസ്സുജൂദി ലഹു, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പ്രചോദനം നൽകുന്നവർ ആ കൂട്ടത്തിലുണ്ട്. മിനുഹും, ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് റാഫിലിയുൻ ഖബീസുൻ ലഈമുൻ യഅ്മുറു ബിസബ്ബി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് കടുത്ത മോശക്കാരായ വളരെ നീചന്മാരായ സ്വഹാബത്തിനെ ചീത്ത പറയാൻ പ്രചോദനം നൽകുന്ന ഷിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാക്കൾക്കെതിരെ വ്യക്തമായി സംസാരിച്ച ഇമാം സുയൂത്തി അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത്? അത് ഷിയാക്കളിൽ നിന്നും കടം ഉൾക്കൊണ്ടാണെന്നും അത് ഷിയാക്കളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണെന്നും കല്ലുവെച്ചൊന്നാണ് ഇത്തരം ഇമാമുകൾക്കെതിരെ പറയാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിഷ്പക്ഷമതികളോട് പറയട്ടെ, ഇത്രയും അധികം ഈ ഷിയാക്കൾക്കെതിരെ കടുത്ത രീതിയിൽ വിമർശിക്കുകയും അവരെ ആശയ പാപ്പരത്വം ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ഇമാമുമാരെ എങ്ങനെയാണ് ഷിയാക്കളെ പ്രതിപട്ടികയിൽ ചേർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? യഥാർത്ഥത്തിൽ ആരാണ് ഷിയായിസം പേറുന്നത്? ആരാണ് യഥാർത്ഥത്തിൽ ഷിയായിസം പേറുന്നത്? ഇത് പ്രചരിപ്പിക്കുന്ന, ഇതിനെതിരെ സംസാരിക്കുന്ന ആളുകൾ തന്നെയല്ലേ ഷിയായിസം പേറുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജനിച്ച വിഷയത്തിൽ, ഇവരെ വാദപ്രകാരം അവിടുന്ന് ജനിച്ച ദിവസത്തിൽ വളരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേസമയം വഫാത്തായ ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും, അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള ആ ദിവസം അങ്ങോട്ട് മാറ്റിവെച്ച് അഭിപ്രായമില്ലാത്ത വഫാത്തായത് 12-നാണ് എന്ന വിഷയത്തിൽ അഭിപ്രായമില്ലെന്ന് ഇവർ പറയുമ്പോൾ ഈ അഭിപ്രായമില്ലാത്ത വിഷയം അതങ്ങോട്ട് എടുത്തു വെച്ച് അതൊരു ദുഃഖാചരണമാക്കിക്കൂടെ എന്ന ഷിയാക്കളുടെ ആശയം നിങ്ങളാണ് യഥാർത്ഥത്തിൽ പേറുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല. മഹാനായ ഇമാം അൽ ഹാഫിള് സൈനുദ്ദീൻ അബുൽ ഫറജ് അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ പറയാണ്, വഅമ്മാ ഇത്തിഖാദുഹു മഅ്തമൻ, ഇതൊരു ഈ റബീഉൽ അവൽ 12 അതൊരു ദുഃഖാചരണമാക്കുന്നവർ കമാ തഫ്അലുഹു റാഫിളതു, ഈ വിജാതി പ്രവർത്തനം, ഈ രൂപത്തിലുള്ള പ്രവർത്തനം, ദുഃഖാചരണം കൊണ്ടാടുന്നത് അത് ഷിയാക്കളുടെ ആചാരമാണ്. ഷിയാക്കളാകുന്ന റാഫിലത്ത് ചെയ്യുന്നത് പോലെ ഈ റബീഉൽ അവൽ 12 അതൊരു ദുഃഖാചരണമായി കൊണ്ടാടുന്നത് അത് ദുനിയാവിൽ വെച്ചുകൊണ്ട് അവർ കരുതുന്നത്, അവർ ചെയ്യുന്നത് സൽക്കർമ്മമാണെന്നാണ്. യഥാർത്ഥത്തിൽ അത് ദുഷ്കർമ്മവും ഫലമില്ലാത്ത പൊളിഞ്ഞു പോകുന്ന അമല് ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനമാണ്. ഈ ഷിയായിസം പേറുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ റബീഉൽ അവൽ 12 അതൊരു ദുഃഖദിനമായി ആചരിക്കണമെന്ന് പറയുന്നത് ഞങ്ങളല്ല, മഹാന്മാരായ ഇമാമുകളാണ്. ഇത് നിങ്ങൾ നോക്ക്. നിങ്ങൾ 2017 ജൂലൈ മാസത്തിലെ അൽ ഇസ്ലാഹി മാസികയിൽ കേരളം ഷിയാ ഭീഷണിയും എന്ന് പറയുന്ന ഒരു ലേഖനം പറയുന്നുണ്ട്. ആ ലേഖനത്തിൽ ഒരു 2 വരി സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്.
പറയുന്നു, പൊന്നാനി മഖ്ദൂമമാർ കൊണ്ടോട്ടി തങ്ങന്മാർക്കെതിരിൽ നടത്തിയ ഫത്വയുടെ കോപ്പി ഇന്നും ലഭ്യമാണ്. വെളിയങ്കോട് ഉമർ കാസി കൊണ്ടോട്ടി തങ്ങന്മാർ നടപ്പിലാക്കിയ അനിസ്ലാമിക ഷിയ ആചാരങ്ങൾക്കെതിരെ അതിശക്തമായി തൂലിക ചലിപ്പിച്ച വ്യക്തിത്വമാണ്. നിങ്ങൾ നോക്കുക, മഹാനായ സലുദ്ദീൻ മഖ്ദൂമിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് രചിക്കുകയും ആ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഭാഗത്ത് ഷിയായിസത്തിനെതിരെ ശക്തമായി പടപൊരുതി എന്ന് നിങ്ങൾ അൽ ഇസ്ലാഹ് മാസികയിൽ രേഖപ്പെടുത്തുമ്പോൾ അതേ മഹാനായ സലുദ്ദീൻ മഖ്ദൂം തങ്ങൾ അദ്ദേഹത്തിന്റെ മങ്കൂസ് മൗലിദിൽ റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നതിനെ സംബന്ധിച്ച് അതിൽ 12 പ്രത്യേകം ആഘോഷിക്കുന്നതിനെ സംബന്ധിച്ചും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നതിനെ സംബന്ധിച്ചും വ്യക്തമായി പ്രചോദനം നൽകുകയും ആ രൂപത്തിലുള്ള വിവിധ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മൗലിദിൽ കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഒരു ഭാഗത്തെ ഷിയായിസത്തെ പേറുന്നു എന്നും ഒരു വിഭാഗത്തെ അതേ ഷിയായിസത്തിനെതിരെ സംസാരിക്കുന്നു എന്നും തൂലിക ചലിപ്പിക്കുന്നു എന്നും പറയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഇരു രൂപത്തിലുള്ള ഇത്തരം ഇരട്ടത്താപ്പനയം സ്വീകരിച്ചുകൊണ്ട് ഈ പുണ്യമായ ദിനത്തിനെതിരെ പോരാടാനും ഈ പുണ്യമായ ദിനത്തിനെതിരെ സംസാരിക്കാനും സാധിക്കുന്നത്? വ്യക്തമായി ഞങ്ങളെ മുൻഗാമികളായ ഇമാമുകൾ ഷിയാക്കൾക്കെതിരെ സംസാരിച്ചതുപോലെ ഞങ്ങളെ പിൻഗാമികളായ അടുത്തുകാലത്തും അല്ലാതെയും വഫാത്തായി പോയ ഇമാമുകളൊക്കെ തന്നെയും ഷിയാക്കൾക്കെതിരെ ശക്തമായി സംസാരിക്കുകയും അവരെ ആശയ പാപ്പരത്വം തുറന്നു കാണിക്കുകയും ചെയ്തു എന്ന വസ്തുത നിങ്ങളും അംഗീകരിച്ചിരിക്കെ ഞങ്ങളും അംഗീകരിച്ചിരിക്കെ അത്തരം ആചാരം അത് ഷിയാക്കളുടെ സൃഷ്ടിയാണെന്നും അവരെന്ന് കടം ഉൾക്കൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നും ഇമാമന്മാരെ സംബന്ധിച്ച് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഈ സാധാരണക്കാരായ ആളുകൾ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നതും അത്തരം ആളുകളുമായി സംവദിക്കുമ്പോൾ അവരുമായി ഇടപഴകുമ്പോൾ അവരെ ആശയം പേറുന്നതിന് മുമ്പ് ഇത്തരം ചോദ്യങ്ങളും ഇത്തരം ചിന്തകളും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബായ നബി തങ്ങളോട് കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅവാന